സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രമാണ്. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ അത് കാണാം. പക്ഷെ കഴിഞ്ഞ 2 തവണയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF NK പ്രേമചന്ദ്രനിലൂടെ വമ്പിച്ച വിജയം കൊല്ലത്ത് നേടുകയാണ്. ആദ്യം MA ബേബി, പിന്നെ KN ബാലഗോപാൽ. NK പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കോട്ടകൊത്തളമായ കൊല്ലത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിസന്ധി. ഇത്തവണ 3ാം തവണയും ജയിക്കാൻ വേണ്ടി NK പ്രേമചന്ദ്രൻ തന്നെ ഇറങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. ഇത്തവണത്തെ കൊല്ലത്തെ രാഷ്ട്രീയ പോരാട്ടത്തിന് ചൂട് വലുതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കിന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രനോട് അദ്ദേഹത്തിന്റെ ഹാട്രിക് പ്ലാൻസ് എന്താണ് എന്നൊന്ന് ചോദിക്കാം. കൊല്ലത്തൊരു ഹാട്രിക് വിജയം നേടാൻ വേണ്ടി ഒരുങ്ങുകയാണെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുമോ? സ്വാഭാവികമായും ഇപ്പോൾ UDF സംബന്ധിച്ച് പൊതുവായി RSPയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കൊല്ലം ലോക്സഭാ മണ്ഡലമാണ് ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റ് എന്ന നിലയിൽ തുടർന്ന് മത്സരിക്കാനുള്ള സാധ്യതയാണ് പൊതുവെ പാർട്ടി രംഗത്തും മുന്നണി രംഗത്തും ഉണ്ടായിട്ടുള്ള പൊതു അഭിപ്രായം. മത്സരം രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് പ്രവചിക്കുക അസാധ്യമാണ്. നമ്മളെന്തെല്ലാം നിയോജക മണ്ഡലത്തിൻ്റെ വികസന രംഗത്തും പാർലമെൻ്ററി രംഗത്തും ഒക്കെ പ്രവർത്തിച്ചാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ആധാരശില എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. 20 ലോക്സഭാ സീറ്റുകളും അനായാസകരമായ വിജയം നേടാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ കൂട്ടത്തിൽ കൊല്ലം ലോക്സഭാ മണ്ഡലവും വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്, പ്രത്യാശയാണുള്ളത്. നമ്മളിപ്പോൾ 2 പതിറ്റാണ്ടിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നമുക്ക് കാണാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് വ്യത്യസ്തമായ ഒരു ചിത്രം ഉള്ളത്. ഇപ്പോൾ LDF സംബന്ധിച്ച് ശക്തമായ രാഷ്ട്രീയ അടിത്തറ, ബഹുജന പിന്തുണ ഒക്കെയുള്ള മേഖലയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘടകം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ? അത് കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു സീറ്റ് പോലും UDF ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അറ്റ്ലീസ്റ്റ് കുണ്ട്ര ഒരു സീറ്റെങ്കിലും UDF ഉണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും തികച്ചും വ്യത്യസ്തമാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനേക്കാൾ അപ്പുറമാണ്. പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അറപ്പും വെറുപ്പും, ഞാൻ പ്രതിഷേധമല്ല, പ്രതികരണമല്ല, അറപ്പും വെറുപ്പുമാണ് ജനമനസ്സുകളിൽ നീറിപ്പുകയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി. അതും ശക്തമായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. 2014 മത്സരിക്കുമ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം അതിന് തൊട്ട് മുമ്പ് വരെ ദീർഘകാലം നിന്നിരുന്ന താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ബഹുഭൂരിഭാഗവും നിന്നിരുന്ന മുന്നണി വിട്ട് പുതിയ ഒരു മുന്നണിയിലേക്ക് വരുന്നു. അപ്പുറത്തുനിന്ന് വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരുന്നു. വളരെ കലുഷിതമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 2019 കുറേ കൂടി കൂളായിരുന്നു. എതിരാളി പ്രധാനപ്പെട്ട ആളൊക്കെ തന്നെ ആയിരുന്നെങ്കിലും കുറേ കൂടി കൂളായിരുന്നു. അതൊന്ന് ഇപ്പോഴത്തെ നിലയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാമോ? അങ്ങനെ LDF നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇനി എന്തെന്നൊരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഭയങ്കരമായ മാനസിക സംഘർഷമായിരുന്നു. സത്യത്തിൽ പെട്ടെന്ന് പാർട്ടി ഒരു തീരുമാനം കൈക്കൊള്ളുന്നു. സത്യത്തിൽ നേരത്തെ ഒരു കേവല ധാരണ പോലും ഉണ്ടായിരുന്നില്ല. ആ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ ഉരുണ്ടുകൂടി പെട്ടെന്നൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണി വിടുന്നു, ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം പിന്തുണയുമായി വരുന്നു. UDF പിന്തുണയോടുകൂടി മത്സരിക്കാൻ തീരുമാനിച്ച് രംഗത്തിറങ്ങുമ്പോൾ ദിവസങ്ങൾ മാത്രമാണുള്ളത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം ഒരുങ്ങി ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് സത്യത്തിൽ എങ്ങനെയാണ് ഫീൽഡ് ചെയ്യേണ്ടതെന്ന് പോലുള്ള വലിയ ആശങ്കയും ഉത്കണ്ഠയുമായിരുന്നു മനസ്സിലുണ്ടായത്. മാത്രവുമല്ല 34 വർഷം എൻ്റെ പൊതുജീവിതത്തിൽ എക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ കോൺഗ്രസിനെയും കോൺഗ്രസ് രാഷ്ട്രീയത്തെയും വളരെ അലർജിയായി കണ്ടിരുന്നൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. LDF നിന്നു, ഇപ്പോൾ UDF കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി UDF LDF അല്ലെങ്കിൽ LDF നിൽക്കുന്നതിനേക്കാൾ കംഫർട്ടബിൾ ആണോ UDF? UDF കംഫർട്ടബിളാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ LDF കുറേ കൂടി ചിട്ടയായ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് LDF സംബന്ധിച്ചിടത്തോളം. ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ചിട്ടയായ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാനും വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമുള്ളപ്പോൾ പലപ്പോഴും നമ്മൾ ആശയക്കുഴപ്പത്തിലാകും, വല്ലാതെ ബുദ്ധിമുട്ടിലാകും. പക്ഷേ എന്നാൽ
ഒരു പാർട്ടി മുന്നണി സംവിധാനത്തിനകത്തൊരു പാർട്ടി എന്ന നിലയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ, നമ്മുടെ നിലപാടുകൾ പരിഗണിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഡെമോക്രാറ്റിക്കാണ് UDF. കുറേ കൂടി കംഫർട്ടബിളാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതാണ്, UDFിലെ അനൈക്യം, പ്രത്യേകിച്ച് UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്ന അനൈക്യവും പലതരത്തിലുള്ള വിഭാഗീയതയും അത് പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ വരും. അതൊഴിച്ചാൽ ബാക്കി ഒരു ഘടക പാർട്ടി എന്ന നിലയിൽ മുന്നണി സംവിധാനത്തിനകത്ത് വളരെ കംഫർട്ടബിളാണ് UDF എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പം RSP LDFിൻ്റെ ഒരു സ്വാഭാവിക സഖ്യകക്ഷിയാണ്. RSP ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ UDFിലേക്ക് പോകേണ്ടി വന്നതാണ്. പക്ഷേ അതിനുശേഷമുള്ള RSPയുടെ അവസ്ഥ എടുത്താൽ ഒരു MLA ഇല്ല, രാജ്യത്ത് എവിടെയും ഒരു MLA ഇല്ല. ഇല്ല, അതിപ്പോൾ ബംഗാളിലും ത്രിപുരയിലെയും ഒക്കെ സ്ഥിതി തന്നെയാണ് കേരളത്തിലും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുണ്ടായത്. ശരിയാണ്, നിയമസഭാ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു ശരിയാണ്. അത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആഘാതമായിരുന്നു. അത് UDFിനാകെ ഉണ്ടായ ഒരു പരാജയത്തിൻ്റെ ഭാഗം RSPയെ സംബന്ധിച്ചുമുണ്ടായി. എന്നാൽ പോലും ചവറ സീറ്റ് പോലെയുള്ള സീറ്റ് ജയിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരാജയമാണ്, ആഘാതമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിയമസഭയിൽ കേവലമായ പ്രാതിനിധ്യം പോലും ഇല്ലാതിരുന്നിട്ടും പാർട്ടി എന്ന നിലയിൽ കഴിഞ്ഞ 15 വർഷം, എൻ്റെ അഭിപ്രായത്തിൽ 10 അല്ല 15 വർഷമായി പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ, പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിൽ, ജനകീയ പ്രശ്നങ്ങളുടെ മുമ്പിലൊക്കെ പാർട്ടി എന്ന നിലയിൽ സംഘടിതമായ ശക്തിയായി ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ അതിൻ്റെ സജീവ സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം സ്മരണീയമാണ്. അതായത് പാർട്ടിയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ആശങ്കയില്ല, ഒരാശങ്കയും ഞങ്ങളെ സംബന്ധിച്ചില്ല. കാരണം ഇത്രയും ഞങ്ങളുടെ അഭിപ്രായത്തിൽ UDFിനകത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ജനകീയ സമരങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത് RSPയാണ്. അതിന് 2 പതിറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 3 പതിറ്റാണ്ട് മുമ്പ് വരെയും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു RSP. സ്വന്തമായ ജനപിന്തുണ ഉണ്ടായിരുന്ന പാർട്ടിയാണ് RSP. ആ നിലയിൽ നിന്ന് അണികൾ മറ്റു പാർട്ടികളിലേക്ക്, ഒരുപക്ഷെ കോൺഗ്രസിലേക്കും CPMലേക്കും മറ്റു പാർട്ടികളിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ചെറിയ പാർട്ടിയായി ഒതുങ്ങിപ്പോയ ഒരു സങ്കടമുണ്ടോ? ഇല്ലില്ല, ഞങ്ങളുടെ ബഹുജനാടിത്തറയും സംഘടനാപരമായിട്ടുള്ള ശേഷിയും പരിശോധിച്ചാൽ അങ്ങനൊരു ശോഷണം UDFിലേക്ക് മാറിയതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടില്ല. പക്ഷേ ശരിയാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ UDFിന് മൊത്തത്തിലുണ്ടായ തിരിച്ചടി സ്വാഭാവികമായും RSPയെയും ബാധിച്ചു. അങ്ങനെ ഉണ്ടായെങ്കിൽ പോലും കാര്യമായ ഒരു ശോഷണവും പാർട്ടി അണികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഭിന്ന ചേരികളിൽ നിന്ന് പലരും വന്നു ചേർന്ന് പാർട്ടി കുറേ കൂടി ശക്തിപ്പെട്ടു എന്ന് വേണം കരുതാൻ. 2014 ശേഷം എപ്പോഴെങ്കിലും ഒരു നിമിഷം LDF ആയിരുന്നു നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, LDF ഒരു CPMനെ പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടികളുടെ കൂട്ടായ്മ എന്ന നിലയിൽ LDFന് LDFിൻ്റേതായി, കാരണം എന്ത് കള്ളവും എന്ത് അന്യായവും നീതീകരിക്കാനും ഒരേ സ്വരത്തിൽ പറയാനുമൊക്കെയുള്ള ഒരു കഴിവ്, യോജിച്ച അഭിപ്രായം, ഇതൊക്കെ ശരിയാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലായാലും ഒക്കെ അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ LDFിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ സ്വത്വ രാഷ്ട്രീയം നഷ്ടപ്പെട്ടില്ലേ? സത്യത്തിൽ ഇന്ന് ഒരു പക്ഷേ LDFിലായിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ നയവ്യതിയാനത്തെ മുഴുവൻ പിന്തുണയ്ക്കേണ്ട ഒരാളാകുമായിരുന്നു ഞാൻ, ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ. എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് CPM കേരളത്തിൽ മുന്നോട്ട് വെക്കുന്നത്? അതിസമ്പന്ന ധനിക വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, ഒരു പരിധിവരെ പറഞ്ഞാൽ അധോലോക മാഫിയ സംഘത്തെ പോലും സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി CPM മാറി. സമ്പത്തും സുഖലോലുപതയും ആർഭാട ജീവിതവുമാണെന്ന് CPMൻ്റെ മുഖമുദ്ര. ഭരണത്തിൻ്റെ ഓരോ തലങ്ങളും പരിശോധിച്ചാൽ നമുക്കതാ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് ആരും വിളിച്ചിട്ടുമില്ലേ? ഇടയ്ക്ക് കോടിയേരി ബാലകൃഷ്ണനൊക്കെ RSPക്ക് തിരിച്ചു വരാമെന്ന ഒരു സൂചന മുൻകാലങ്ങളിലൊക്കെ നൽകിയിരുന്നു. ആത്മാർത്ഥമായ ക്ഷണം എവിടെന്നെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനൊരു ചർച്ചയോ ആലോചനയോ ക്ഷണമോ എങ്ങൊന്നും ഉണ്ടായി. പിന്നെ കാഷ്വൽ ടോക്കിലൊക്കെ പലരും പറയും, സ്വാഭാവികമായും പറയുന്നതിനപ്പുറത്തേക്ക് അങ്ങനൊരു ഔപചാരികമായിട്ടുള്ള ചർച്ചകളോ അതിനൊരു പശ്ചാത്തലം കേരളത്തിൽ ഒരുങ്ങിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ UDFിൽ ഹാപ്പിയാണ്, കംഫർട്ടബിളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF സംഘടനാ സംവിധാനത്തിൽ പാർട്ടിക്കൊരു വലിയ അംഗീകാരമുണ്ട്, പാർട്ടിക്ക് കൃത്യമായിട്ടുള്ളൊരു സേ ഉണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ കംഫർട്ടബിൾ പൊസിഷനാണ് UDF സംവിധാനത്തിനകത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം.
ഇപ്പം 2014 ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിണറായി വിജയൻ നടത്തിയ ഒരു പദപ്രയോഗം, അത് ഞാൻ ആവർത്തിക്കുന്നില്ല, പക്ഷേ ആ തെരഞ്ഞെടുപ്പിനെ തന്നെ നിർണ്ണയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു അത്. അതിനുശേഷം പിണറായി വിജയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം ഞാൻ. അതിനുശേഷം അദ്ദേഹം ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന മിക്കവാറും എല്ലാ പരിപാടികളിലും, ലോക്സഭാ മണ്ഡലത്തിലെ പരിപാടികളിൽ ഞാൻ സംബന്ധിക്കാറുണ്ട്, MPs കോൺഫറൻസിൽ സംബന്ധിക്കാറുണ്ട്, ഡൽഹിയിൽ വെച്ച് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇതെല്ലാം വ്യക്തിപരമല്ലല്ലോ, ഇതൊക്കെ രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയമായി അദ്ദേഹം എടുത്ത നിലപാട്, അദ്ദേഹത്തിൻ്റെ രീതിയും ശൈലിയും വെച്ച് നടത്തിയിട്ടുള്ള പ്രതികരണം, അതാണ് കേരള സമൂഹം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. അതിനെയാണ്. അപ്പോൾ ദീർഘകാലമായി ഒരുമിച്ച് ഒരു മുന്നണിയിൽ പ്രവർത്തിച്ച ധാരാളം സഹപ്രവർത്തകരുണ്ട്, പ്രത്യേകിച്ച് കൊല്ലത്തെ സംബന്ധിച്ച് വളരെ സവിശേഷമായി തന്നെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെയുള്ള വ്യക്തിബന്ധം ഈ മുന്നണി വിട്ടതിന് ശേഷം എങ്ങനെയാണ്? ഞാൻ നല്ല സൗഹൃദ ബന്ധം തന്നെയാണ് അവരുമായിട്ടൊക്കെ ഇപ്പോഴും പുലർത്തുന്നത്. അത് ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന, ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സൗഹൃദ ബന്ധം കുടുംബ സൗഹൃദ ബന്ധമായിരുന്നു. അത് കോടിയേരിയുടെ ഒരു സവിശേഷതയാണ്. അതുപോലെ വൈക്കം വിശ്വൻ, അങ്ങനെ പേരെടുത്ത് പറയാൻ കഴിയുന്ന AK ബാലൻ, അങ്ങനെ എല്ലാവരും, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായുള്ള ആ സൗഹൃദം ഇപ്പോഴും തുടരുന്നു. പിന്നെ രണ്ട് വ്യത്യസ്തമായ മുന്നണിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്രയ്ക്കൊരു സൗഹൃദ സംഭാഷണങ്ങൾ, അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും കുറവാണ് എന്നുള്ളതല്ലാതെ ആ പഴയകാല സൗഹൃദത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാം സൗഹൃദത്തിൻ്റെ ഇഴയടുപ്പമുണ്ട് മുന്നണി ഏതായാലും. അതെ. ഈ കൊല്ലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഞാൻ കൊല്ലത്തുകാരോടൊക്കെ ചോദിക്കുമ്പം അവർ NK പ്രേമചന്ദ്രൻ്റെ ഒരു USP ആയിട്ട് പറയുന്നത് എല്ലാവർക്കും അവരുടെ ആളാണ് എന്ന് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വിവിധ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ വിഭാഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ ആളാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ, അവരുടെ ആവശ്യങ്ങളോടൊപ്പം നമ്മൾ നിൽക്കുന്നു എന്ന ബോധ്യം അവർക്കുണ്ടാകുമ്പോഴാണ് അവരുടെ ആളായി അവർ പലപ്പോഴും അംഗീകരിക്കുന്നത്. ഓരോ സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങളിൽ, ന്യായയുക്തവും നീതിയുക്തവുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ സമയോചിതമായി ഇടപെടും. അവരോടൊപ്പം നിന്നുകൊണ്ട് ആ ആവശ്യത്തിന് വേണ്ടി ശക്തമായി ശബ്ദമുയർത്തുമ്പോൾ അവർ പറയും, അദ്ദേഹം ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാളാണ്. എല്ലാ സംഘടനകളും എല്ലാ വിഭാഗവുമായി പോകാറുള്ളത്. നമുക്ക് അങ്ങനെ ഒരു വേർതിരിവിൻ്റെ പ്രശ്നമില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം, ഇവിടെ വീണ്ടും കേരള നിയമസഭയിലേക്ക് വരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് പല കാരണങ്ങൾ കൊണ്ടാണ്. എനിക്ക് സത്യത്തിൽ പാർലമെൻറ്റിലെ ഇൻ്റർവെൻഷൻസ് അതൊരു വളരെ ഒരു നല്ല കൗതുകവും വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിനുവേണ്ടി നടത്തുന്ന ഹോംവർക്ക് ഒരു വലിയ സന്തോഷമാണ് പ്രദാനം ചെയ്യുന്നത്. ഇപ്പോൾ നിയമസഭയുടെ പ്രാധാന്യം, പ്രസക്തി കുറച്ച് കാണിക്കുകയില്ല. ഇന്ത്യൻ പാർലമെൻ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഡെക്കോറം, അതിൻ്റെ ഒരു ആംബിയൻസ് വളരെ വളരെ വലുതാണ്. ഞാൻ അഭിലാഷിനോടൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞൊരു 9.5 വർഷക്കാലത്തെ പാർലമെൻറ്റിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇത്രയേറെ ബില്ലുകളിൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുണ്ടാകില്ല. ഇത്രയേറെ അമെൻമെൻറ്റ്സ് മൂവിയെ മാത്രമല്ല, നമ്മൾ കേരള നിയമസഭ പോലല്ല, അവിടെ അമെൻമെൻറ്റ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിർദാക്ഷിണ്യം കില്ല് ചെയ്യുകയാണ്, അല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ ഞാൻ അവതരിപ്പിച്ച പല ഭേദഗതികളും ഒന്നുകിൽ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് അംഗീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. വളരെ ആക്റ്റീവായി ഈ പറഞ്ഞ പാർലമെൻ്ററി പ്രൊസീഡിങ്സിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിൽ പലപ്പോഴും ഭരണപക്ഷവും അതനുസരിച്ചുള്ള ഒരു അംഗീകാരം നൽകിയിട്ടുണ്ട്, നല്ല പെർഫോമൻസ് എന്നുള്ള നിലയിൽ. അമിത്ഷാ, നരേന്ദ്രമോദി തുടങ്ങിയ ആളുകളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? രണ്ടുപേരുമായിട്ടും നല്ല സൗഹൃദ ബന്ധമാണ് എനിക്കുള്ളത്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുമായി. കാരണം പാർലമെൻ്ററി രംഗത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ BJPയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലും BJPയുടെ ഒരു കോർ പാർലമെൻ്ററി ഗ്രൂപ്പുണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മാത്രമടങ്ങുന്ന 7 പേരടങ്ങുന്ന കോർ ഗ്രൂപ്പിലുമൊക്കെ അദ്ദേഹം എൻ്റെ പേര് റെഫർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു സിംഗിൾ മാൻ മെമ്പർ പാർട്ടിയാണ് പാർലമെൻറ്റിൽ. അപ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നത് നിങ്ങൾ കണ്ട് പഠിക്കണം, മനസ്സിലാക്കണം, അത് ശ്രദ്ധിക്കണം എന്നുള്ള നിലയിൽ പല ഘട്ടങ്ങളിലും പറഞ്ഞതായി അവരുടെ തന്നെ പാർലമെൻ്ററി കാര്യ മന്ത്രി തന്നെ എന്നോട് വന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമിത്ഷാ നമുക്കറിയാം, ഒരു സ്റ്റബോൺ ക്യാരക്ടറാണ്, അങ്ങനെ മിങ്കിൾ ചെയ്യുന്നൊരു ക്യാരക്ടറല്ല. എന്നാൽ പോലും അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഹോം കമ്മിറ്റിയിലാണ്. ഞങ്ങൾ 3 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. സ്റ്റാച്യു ഓഫ് ഇതുണ്ടായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഞങ്ങളോടൊപ്പം സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഞങ്ങളോടൊപ്പം തന്നെയാണ് അദ്ദേഹം താമസിച്ചത്. അതൊക്കെ വളരെ വളരെ കാഷ്വലായി, ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് കുറേയൊക്കെ പ്രായോഗികമായി പ്രശ്നങ്ങളെ കാണുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ്. അവരുടെയൊക്കെ നയങ്ങളിൽ അവർ സ്റ്റബോണാണ്,
ഒരു സംശയമുണ്ട്. അതൊക്കെ കഠിനമായിട്ടുള്ള നിലപാടാണ്. എന്നാൽ ഭരണനിർവഹണ രംഗത്ത് കുറേ കൂടി കാഴ്ചപ്പാടോടുകൂടി പല കാര്യങ്ങളും അവർ നീക്കുന്നുണ്ട് എന്ന കാര്യം സംശയരഹിതമാണ്. സിംഗിൾ പാർട്ടി ആണെങ്കിലും UPA ബ്ലോക്കിലെ ഒരു അംഗമാണ്. അപ്പോൾ നമ്പർ അതേസമയം കുറവുമാണ്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് പാർലമെന്ററി ഈ ഇടപെടലുകളുടെയൊക്കെ കാര്യത്തിൽ? അദ്ദേഹം അഭിനന്ദനപരമായ സമീപനമാണോ സ്വീകരിക്കാറ്? തീർച്ചയായിട്ടും പല ഘട്ടങ്ങളിലും, മാത്രവുമല്ല ഞാൻ സംസാരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം അടുത്തു വന്നതെന്ന് പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് പോകുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റിലെ സംഭവവികാസങ്ങളിൽ നല്ല പ്രോത്സാഹനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധി സത്യത്തിൽ, എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി കുറേ കൂടി സമയം പാർലമെൻറ്റിൽ ചെലവഴിച്ച് പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് ഉയർന്നു വന്നാൽ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടും. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും, അദ്ദേഹം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. പൊതു സ്വീകാര്യത അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, ഇപ്പം പാർലമെൻറ്റേറിയന്മാർ പലപ്പോഴും പാർലമെൻറ്റിലെ പെർഫോമൻസിന് ഉപരിയായിട്ട് പരമാവധി മണ്ഡലത്തിൽ നിൽക്കുക, മണ്ഡലത്തിൽ പരമാവധി കല്യാണത്തിന് പോവുക, അതല്ലെങ്കിൽ മരണത്തിന് പോവുക എന്നതിലേക്ക് പോകുന്നുവെന്ന് ചില ആളുകൾക്ക് വിമർശനമുണ്ട്. അതേസമയം തന്നെ MP ആണെങ്കിലും ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു ബാലൻസ് കീപ്പ് ചെയ്യാറുണ്ടോ? ഒരു സാഹസികമായ യജ്ഞമാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ട്രെൻഡ് മൈൻഡ് സെറ്റ് മാറി. ഒരു പാർലമെൻറ്റ് അംഗം, നിയമസഭാ അംഗം എല്ലാ മരണത്തിനും കല്യാണത്തിനും ചെല്ലണം, അവരുടെ എല്ലാ വിശേഷാൽ സംരംഭങ്ങളിലും എത്തിച്ചേരണം, അല്ലെങ്കിൽ പരാതിയാണ്. ഇതൊരു പുതിയ ട്രെൻഡാണ്. ആ പുതിയ ട്രെൻഡ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് ഭൂഷണമല്ല, എൻ്റെ തുറന്ന അഭിപ്രായമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മരണത്തിനും വിവാഹത്തിനും വിശേഷാൽ ചടങ്ങുകൾക്കും പോകുന്ന ഒരാളാണ് ഞാൻ. പോകാതിരിക്കാൻ കഴിയില്ല. അതൊരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞാൽ, എനിക്കറിയാം മുമ്പ് ശ്രീകണ്ഠൻ ചേട്ടനും AK ഗോപാലനും അതുപോലെയുള്ള അവരൊക്കെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പോയാൽ പിന്നെ വരുന്നത് വർഷത്തിൽ 1-2 പ്രാവശ്യം വരും. ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനങ്ങളാണ്. നിയമനിർമ്മാണ രംഗത്ത്, നയരൂപീകരണ കാര്യത്തിൽ, ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പരിഹരിക്കുന്ന കാര്യത്തിലൊക്കെ സംസ്ഥാനത്തിൻ്റെ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ടവരാണ്. ജനങ്ങളുടെ അംബാസഡർമാരായി ഡൽഹിയിൽ പ്രവർത്തിക്കേണ്ട ഞങ്ങൾ ഇപ്പോൾ പലപ്പോഴും അതിന് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അല്ല, അതായത് ലെജിസ്ലേഷനിൽ പങ്കെടുത്തില്ലെങ്കിലും ആരും ചോദിക്കാനില്ല, പക്ഷേ കല്യാണത്തിന് ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതൊരു പൊതു ചർച്ച നമ്മുടെ കേരളത്തിൽ രൂപപ്പെടേണ്ടത് അത്യാവശ്യം. ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെയൊക്കെ ക്രമേണ തുടങ്ങി വന്നു കഴിഞ്ഞു. അതൊരു പൊതു ചർച്ച അതാണ് ഞാൻ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും എനിക്കെതിരെയുള്ള വിമർശനം, ഈ ജംഗ്ഷനിൽ MP എന്ത് ചെയ്തു? 10 വർഷം MP ആയിരുന്നല്ലോ, പെരിനാട് ജംഗ്ഷനിൽ എന്ത് ചെയ്തു? ഈ ചോദ്യം ഉന്നയിക്കുന്ന CPM-നെ പോലുള്ള പാർട്ടിയാണ്. ഒരു പാർലമെൻറ്റ് അംഗം ഈ ജംഗ്ഷൻ, ഈ കവലയിൽ എന്ത് ചെയ്തു എന്ന നിലയിലുള്ള തരത്തിലേക്ക് നമ്മൾ താഴോട്ട് വരികയാണ്. അല്ല, അപ്പോൾ ഒരു MPയെ വിലയിരുത്തുന്നത് പലപ്പോഴും ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ചുവട്ടിലെഴുതുന്ന പേര് എന്നുള്ള നിലയിലായി. അതുപോലെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വിലയിരുത്തുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഗൗരവത്തോടുകൂടി ഞാനത് LDF എന്നോ UDF എന്നോ ഉള്ള വ്യത്യാസവും കൂടാതെ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നിയമസഭാംഗങ്ങളും പാർലമെൻറ്റ് അംഗങ്ങളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ത്, ചുമതല എന്ത്, അത് സ്ക്രൂട്ടണൈസ് ചെയ്യപ്പെടുന്നില്ല, അത് വിലയിരുത്തപ്പെടുന്നില്ല പല ഘട്ടങ്ങളിലും. അതുകൂടി വിലയിരുത്തപ്പെട്ടുകൊണ്ട് വേണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കാൻ എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ചോദ്യം കഴിഞ്ഞ 10 കൊല്ലത്തിൽ കൊല്ലത്ത് എന്ത് ചെയ്തു MP എന്നുള്ളതായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതിൽ ഒരു 24/7 എന്ന നിലയിലാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് നല്ലതുപോലെ നല്ല കനത്ത മാനസിക സമ്മർദ്ദത്തിനും വിധേയമാകുന്നുണ്ട്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അഭിലാഷിനറിയാമല്ലോ, CPM ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വീഴ്ച, എന്ത് പോരായ്മ, എവിടെ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നിങ്ങനെ സൂക്ഷ്മതല സ്പർശിയായി പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനനുസരിച്ച് കോഷ്യസ് ആവുകയാണ്. അതാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു ഘടകമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കോഷ്യസ് ആകുമ്പോൾ എൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും നല്ലതുപോലെ കൂടും. അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ പരമാവധി വീഴ്ചകൾ ഉണ്ടാകാതെ, ന്യൂനതകൾ ഉണ്ടാകാതെ അവർ ഉന്നയിക്കുന്ന ന്യൂനതകൾ എന്തെന്ന് കണ്ടെത്തി പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തും. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 20 റെയിൽവേ സ്റ്റേഷനുകൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് 2ആണ്. ഒന്ന് കൊച്ചിയും പിന്നൊന്ന് കൊല്ലവുമാണ്. 361 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, നിലവിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഇടിച്ച് പൊളിച്ചു കളഞ്ഞ്
അന്താരാഷ്ട്ര നിലവാരത്തിൽ വിമാനത്താവളത്തിന് സമാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ പണിതുയർത്തുന്നത്, പുതിയ ദേശീയപാതകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ ഉൾപ്പെടെ, തപാൽ രംഗത്ത് RMS ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് അതിനേക്കാൾ അപ്ഗ്രേഡ് ചെയ്ത ഓഫീസുകൾ, ഇങ്ങനെ ധാരാളം പറയാനായിട്ടുള്ള ഒരുപാട്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് PMGSY പദ്ധതി, ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡുകൾ ലഭിച്ചിട്ടുള്ളത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിനാണ്. MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്നത് കൊല്ലം ലോക്സഭാ മണ്ഡലമാണ്. ഇതൊക്കെയല്ലേ ഒരു MP-യുടെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ. അല്ലാതെ ഈ ജംഗ്ഷനിൽ എന്ത് ചെയ്തു, മറ്റേ ജംഗ്ഷനിൽ എന്ത് ചെയ്തു എന്ന ചോദ്യമല്ലല്ലോ പ്രസക്തി. അപ്പോൾ ലഭ്യമായിട്ടുള്ള സാമ്പത്തിക അധികാരങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ വളരെ വളരെ ഫലപ്രദമായി വിനിയോഗിച്ചു എന്ന് ഈ COVID-19 പാൻഡമിക്കിൻ്റെ 2 വർഷക്കാലത്തെ കാലയളവിൽ പോലും ആ കാര്യങ്ങൾ, പിന്നെ ജനങ്ങളുമായി എല്ലാ കാര്യങ്ങളും, ഞാൻ പറഞ്ഞില്ലേ, പാർലമെൻറ്റിൽ ഇങ്ങനെ ഹോംവർക്ക് ചെയ്ത് പാർലമെൻ്ററി രംഗത്ത് ശ്രദ്ധിക്കുന്നതോടൊപ്പം നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ സുഖദുഃഖങ്ങളിലും വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുകയും അത് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രസക്തവുമില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കൂടി ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധിവരെ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സംഘടിതമായ പ്രത്യാക്രമണത്തെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴും ഉർവശി ശാപം ഉപകാരമാകുന്നുണ്ട്. അവരുടെ വിമർശനങ്ങൾ കൂടുതൽ അലർട്ടായി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമായി തീരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് പതുക്കെ നമ്മൾ കിടക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.